കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു അത്രേ. അത് ഇപ്രകാരമായിരുന്നു: ഭർത്താവിന് ലൈംഗിക ബന്ധത്തിൽ താല്പര്യമില്ല, ആത്മീയത അടിച്ചേൽപ്പിക്കുന്നു, അതുകൊണ്ട് വിവാഹമോചനം വേണം. കോടതി അത് അനുവദിച്ചു. അപ്പോൾ ഭൗതികവാദ കാഴ്ചപ്പാടും ആത്മീയവാദ കാഴ്ചപ്പാടും രണ്ടും വ്യത്യസ്തമാണ്. വിവാഹം കഴിക്കുമ്പോൾ ഭാര്യ ഭർത്താവിൽ നിന്നും ഭർത്താവ് ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ലൈംഗികത. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഭാര്യ ഭർത്തൃബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടുകയുള്ളൂ. കാരണം മനുഷ്യനെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ ആത്മീയവാദികൾക്ക് ലൈംഗികതയുടെ താല്പര്യം വളരെ കുറവായിരിക്കും. അവരെപ്പോഴും വേറെ ലോകത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് അവർക്ക് സ്ത്രീകളോടോ പുരുഷന്മാരോടോ താല്പര്യം വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളൊരു വിവാഹം കഴിക്കരുത്. അതാണ് എൻ്റെ ഏക പരിഹാരം. അല്ലാണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെടുമ്പോൾ അതിനെ ആധ്യാത്മിക മണ്ഡലത്തിലൂടെ കണ്ട് ലൈംഗികതയുടെ ആവശ്യമില്ല, അതിനെക്കാട്ടും ഔന്നത്യമുള്ളതാണ് ആത്മീയത എന്നൊക്കെ പറഞ്ഞ് മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും വാക്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞ് കർമ്മങ്ങളൊക്കെ പറഞ്ഞ് ഇടിച്ചിരുത്തുന്ന ഒരു മനോഭാവം അത് പോഴത്തരമാണ്. കാരണം ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ ഒരു ആഴമായിട്ടുള്ള ഒരു ഘടനയാണ് ലൈംഗികത. അത് ആസ്വദിക്കുക തന്നെ വേണം. അത് കുടുംബത്തിൽ വേണ്ടവണ്ണം കിട്ടാത്തതുകൊണ്ടാണ് പലരും വിവാഹമോചനം തേടുന്നത്. വേറെ ചിലർ അവിഹിത ബന്ധം നടത്തുന്നു, വേറെ ചിലർ വ്യഭിചാരം ചെയ്യുന്നു. കാരണം ലൈംഗികത എന്ന വിഷയം കൊണ്ടാണ് ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്നത്. അതിന് ആത്മീയതയിൽ അതിന് വലിയ പരിഹാരമൊന്നുമില്ല. കാരണം ആത്മീയ മണ്ഡലത്തിലിരിക്കുന്ന പല മതനേതാക്കന്മാരും ഇപ്പോൾ കേരളത്തിൽ സ്ത്രീ വിഷയത്തിൽ PhD എടുത്തവരാണ്. അവരും സെക്സ് കൊണ്ട് ക്രിക്കറ്റും ബാസ്കറ്റ് വോളിബോളും ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരും വലിയ നല്ലവരൊന്നുമല്ല. അതുകൊണ്ട് വിവാഹം കഴിച്ചതിന് ശേഷം ലൈംഗികതയ്ക്ക് പകരം ആത്മീയത മതി എന്ന് പറയുന്നത് അപഹാസ്യമാണ്. അങ്ങനെയുള്ള ഒരു വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പിരിമുറുക്കമുള്ള ഒരു കുടുംബജീവിതമായിരിക്കും അവർക്കുണ്ടാവുന്നത്. കാരണം ലൈംഗികത ഉണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ. ലൈംഗികത ഇല്ലാതെ ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കുടുംബജീവിതത്തിനുള്ളിൽ ലൈംഗികത കിട്ടാത്തതുകൊണ്ടാണ് ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മറ്റു പലവരെ ആശ്രയിക്കുന്നത്. അതാണ് അവിഹിത ബന്ധം. അപ്പോൾ ലൈംഗികത കിട്ടേണ്ടതുപോലെ കിട്ടിയാലേ ആ ബന്ധത്തിന് ഒരു അർത്ഥമുള്ളൂ. അല്ലാണ്ട് ആധ്യാത്മികതയുണ്ടെങ്കിൽ ലൈംഗികത ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഒരു പോഴത്തരമാണ്. അപ്പോൾ ഹൈക്കോടതി ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് വളരെ പ്രശംസനീയമാണ്.